ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഇപ്പോൾ ദീപാവലിക്ക് നമുക്ക് ഒരു മിൽക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് കടലമാവ് 1/3 കപ്പ് 35 ഗ്രാം ഉണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കണം. കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നമുക്ക് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. ഇനി നമുക്കത് തണുത്ത ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പാൽപ്പൊടി 120 ഗ്രാം ഉണ്ട്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യം 1 കപ്പ് നെയ്യാണ്, 310 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ നെയ്യിൽ 1/4 കപ്പ് ഈ മിക്സറിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല സ്മൂത്ത് മിക്സറായി കിട്ടണം, അത് കട്ടിയൊന്നുമില്ലാതെ. അപ്പോൾ ഇത് നമുക്ക് നല്ല സ്വാദുള്ള ഒരു മൈസൂർ പാക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ഈ ദീപാവലിക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മിക്സ്ചർ റെഡിയായി. ഇനി നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ഉണ്ട്. അപ്പോൾ പാൽപ്പൊടിയിൽ മധുരമുള്ള പാൽപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് 300 ഗ്രാം പഞ്ചസാര ചേർത്തത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മധുരമില്ലാത്ത പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 400 ഗ്രാം വരെ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് വെള്ളം ചേർത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ 1 കമ്പി പാകമാകണം, 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയും. അതുവരെ നമുക്കിത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ഷുഗർ സിറപ്പ് ഇപ്പോൾ നമുക്ക് ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചെറു തീയിലോ അല്ലെങ്കിൽ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കേടുവന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കുറേ നേരം ഇനി നമുക്ക് ബാക്കിയുള്ള നെയ്യ്, ഒരു 1/4 കപ്പ് നെയ്യ് ബാക്കിയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു സ്റ്റേജിൽ നല്ലപോലെ സൈഡൊക്കെ വിട്ട് വന്ന് നല്ല ഫ്രോത്തി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വരും, പതഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള നെയ്യ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം റെഡിയാവും. നമ്മൾ സാധാരണ മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ നെയ്യ് ഞാൻ ഉരുക്കിയെടുത്ത് നല്ല ഉരുക്കിയിട്ട് ആ നെയ്യാണ് ഉപയോഗിച്ചത്. നമ്മൾ കട്ടിയായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുത്താൽ ശരിയാവുകയില്ല. നമുക്കൊരു ട്രേ ഇതുപോലെ നെയ്യ് ചേർത്ത് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം റെഡിയായി കഴിഞ്ഞു. കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള നെയ്യ് ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് നെയ്യ് 1/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാൽപ്പൊടി, 1/3 കപ്പ് കടലമാവ്. അപ്പോൾ ഇതാണ് നമ്മളിതിൽ ഉപയോഗിച്ച സാധനങ്ങൾ. പിന്നെ 1/2 കപ്പ് വെള്ളം. അപ്പോൾ ബാക്കിയുള്ള നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇത് ഏകദേശം 1/4 ഭാഗം ഇങ്ങനെ റെഡിയായി കഴിഞ്ഞു. കുറേയും കൂടെ ഇതൊന്ന് കട്ടിയാവാനായിട്ടുണ്ട്. സൈഡൊക്കെ നല്ലപോലെ പതഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയാവാറായി. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള കുറേ നെയ്യും കൂടി ഉണ്ട്, 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. നല്ലപോലെ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ സൈഡിലൊക്കെ നല്ലപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം.
അപ്പോൾ ഇതുപോലെ നല്ലപോലെ കട്ടിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ബാക്കിയുള്ള കുറേ നെയ്യും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു ലാസ്റ്റ് ബാച്ചായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ കൈവിടാതെ ഇളക്കി ഇരിക്കണം. അപ്പോൾ സൈഡൊക്കെ നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരും അത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള പരുവം. ഇപ്പോൾ സൈഡിലൊക്കെ നിങ്ങൾക്കിത് കാണാവുന്നതാണ് പതഞ്ഞ് വരുന്നത്. ഈ സമയത്ത് നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രേയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് 2 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്കത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള മിൽക്ക് മൈസൂർ പാക്ക് റെഡിയാകും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.